അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പറയാൻ പോകുന്നത് ഹൈആത്ത് സുന്നത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഹൈആത്ത് സുന്നത്തുണ്ട്, ബഅദ് സുന്നത്തുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് അതൊക്കെ അറിയാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ ഫീ ഹൈആത്തിസ് സ്വലാത്ത്. ഇത് ഹൈആത്ത് സുന്നത്തുകളിൽ പറയുന്ന ഫസ്ലാകുന്നു. മിൻഹ, ആ ഹൈആത്ത് സുന്നത്തിൽ പെട്ടതാണ് അൽ ഇലാഫത്തു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ, ഇലല്ലാ എന്ന് പറയണ ആ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്യുക, ചേർക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നെയ്യത്തിൽ കരുതേണ്ടതുണ്ട്, സുന്നത്താണ്. പിന്നെ വത്തഅറുദു, വെളിവാകലാണ് ലിൽ അദാഇ, അദാഇലേക്കും വൽ ഖലാഇ, ഖലാഇലേക്കും വെളിവാക്കലാണ്. എന്ത്? ഫി നിയത്തി, നിയത്തിൽ. അപ്പോൾ നിയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അദാ ആണെങ്കിൽ അദാ ആണെന്നും ഖലാ ആണെങ്കിൽ ഖലാ ആണെന്നും പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം, അതിനെ വെളിവാക്കേണ്ടതുണ്ട്. പിന്നെ റഫ്ഉ കഫൈഹി, അവൻ്റെ കഫ് ഉയർത്തലാണ്, കൈകൾ ഉയർത്തലാണ്. ഹദവ മൻകിബൈഹി, അവൻ്റെ ചുമലിൻ്റെ നേരെ. ഫി തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാമില്, തക്ബീറത്തുൽ ഇഹ്റാമിൽ എന്ത് ചെയ്യണം, കൈകൾ അവൻ ഉയർത്തണം. വറുകൂഇ, റുകൂഇലും, വറഫ്ഇ മിൻഹു, ആ റുകൂഇൽ നിന്ന് ഉയരുമ്പോഴും. വവളുഉ യമീനിഹി, വവളുഉ യമീനിഹി, അവൻ്റെ വലത് കൈയിനെ വെക്കണം. അലാ കൂഇ യസാരിഹി, അലാ കൂഇ യസാരിഹി, അവൻ്റെ ഇടത് കൈയിൻ്റെ മണിബന്ധത്തിൻ്റെ മേൽ. കഫിൻ്റെ അവിടെ വരുന്ന ഒരു ചെറിയ എല്ലിൻ്റെ ഒരു രണ്ട് ഇത് വരണ്ടല്ലോ, ഒരു അതിനാണ് കൂഇ എന്ന് പറയാം. എവിടെ വെക്കണം? തഹ്ത സ്വദരി, നെഞ്ചിൻ്റെ താഴെയായിട്ട്. ഫൗഖ സുറത്തി, പൊക്കിളിൻ്റെ മുകളിലായിട്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, അത് വെക്കേണ്ടത്, നമ്മുടെ കൈകൾ വെക്കേണ്ടത്. അല്ലാതെ മറ്റേ മുജാഹിദീങ്ങളൊക്കെ മറ്റേ പൂട്ടിടുകയല്ല വേണ്ടത്. ഇൻഷാ അല്ലാഹ്. വ ഇദാമത്തുൻ നളിരി, നോട്ടത്തെ നിത്യമാക്കലാണ്. ഇലാ മൗളിഇ സുജൂദിഹി, അവൻ്റെ സുജൂദിൻ്റെ മൗളുഉള്ള, അവൻ്റെ സുജൂദിൻ്റെ സ്ഥലം കൊണ്ട് എന്ത് ചെയ്യണം, അവൻ്റെ നോട്ടത്തെ നിത്യമാക്കലാണ്. അല്ലാതെ പരക്കെ എങ്ങനെ എന്ത് ചെയ്യുക, നോക്കലല്ല. നോട്ടത്തെ എന്ത് ചെയ്യണം, നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് ഇങ്ങനെ നോക്കലാണ്. വദുആഉൽ ഇഫ്തിതാഹി, ഇഫ്തിതാഹിൻ്റെ ദുആയുമാണ്, പ്രാരംഭ ദുആ. അഖിബത്ത് തഹറുമി, അതേ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, വജ്ജഹ്തു ഓതണം. എപ്പോൾ? മാലം യതഅവ്വദ്, അതേ അഊദു ഓതാത്ത കാലത്തോളം. അഊദു ഓതുന്ന വരെ ആ ഇഫ്തിതാഹിൻ്റെ ദുആ ആകുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. വജ്ജഹ്തു, ഞാൻ മുന്നടിയിക്കുന്നു, വജ്ഹി, എൻ്റെ മുഖത്തെ, ലില്ലദീ, ഒരുത്തനിലേക്ക്. എങ്ങനത്തെ ഒരുത്തനാണ്? ഫത്തറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരുത്തനിലേക്ക്. അതേ, എങ്ങനെ സൃഷ്ടിച്ച? ഹനീഫൻ, ചൊവ്വായ നിലയിൽ, ചൊവ്വായ നിലക്ക് ആകാശഭൂമികൾ സൃഷ്ടിച്ച ഒരുത്തനിലേക്ക് ഞാൻ എൻ്റെ മുഖത്തെ മുന്നിടിയിക്കുന്നു. മുസ്ലിമൻ, ഞാൻ തന്നെ കീഴ്പ്പെട്ടവനായ നിലക്ക്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നിസ്കാരമാകുന്നത്.
വനുസുക്കി എൻ്റെ ആരാധനകളുമാകുന്നത്, വമഹ്യായ എൻ്റെ ജീവിതമാകുന്നത്, വമമാത്തി എൻ്റെ മരണവുമാകുന്നത്, ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിലെ ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്കാണ്. ലാ ശരീക ലഹു അവനക്കൊരു പങ്കുകാരില്ല. വബിദാലിക അതുകൊണ്ട് ഉമിർത്തു എന്നോട് കൽപ്പിക്കപ്പെട്ടു. വഅന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്നതാണ് ഇഫ്തിതാഹിൻ്റെ ദുആഇൻ്റെ അർത്ഥം, വജ്ജഹത്തുവിൻ്റെ അർത്ഥം. അള്ളാഹു അതൊക്കെ മനഃപ്പാടമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല തരട്ടെ. പിന്നെയോ ഏഴാമത്തെ ഹൈആത്ത് സ്വലാത്ത് വതഅവ്വുദു ഫീ കുല്ലി റക്അത്തിൻ വതഅവ്വുദു അഊദു ഓതലാണ് ഫീ കുല്ലി റക്അത്തിൻ എല്ലാ റക്അത്തിലും. വൽ വഖ്ഫു സ്റ്റോപ്പ് ചെയ്യലാണ്, നിർത്തലാണ്, അലാ റഅസി അറ്റത്തിൻ്റെ മേൽ, തലയുടെ മേൽ, കുല്ലി ആയത്തിനല്ല ആയത്തിൻ്റെയും അറ്റത്തിൻ്റെ മേൽ. എന്തിൽ നിന്നുള്ള? മിനൽ ഫാത്തിഹത്തി ഫാത്തിഹയിൽ നിന്നുള്ള എല്ലാ ആയത്തുകളുടെയും അറ്റത്തെന്ത് ചെയ്യണം? നമ്മൾ നിർത്തണം, വഖഫ് ചെയ്യണം. പിന്നെയോ വത്തഅ്മീനു ആമീൻ പറയലാണ്, അഖബഹ ആ ഫാത്തിഹയുടെ ഉടനെ. വഖിറാഅത്തു സൂറത്തി ഫി റക്അത്തൈനിൽ അവ്വലത്തൈനി വഖിറാഅത്തു സൂറത്തി സൂറത്തു പാരായണം ചെയ്യലാണ്, ഓതലാണ്. ഫി റക്അത്തൈനി രണ്ട് റക്അത്തൈല്, അൽ അവ്വലത്തൈനി ആദ്യത്തെ രണ്ട് റക്അത്തിൽ, തുടക്കത്തിലുള്ള ആദ്യത്തെ രണ്ട് റക്അത്തിൽ എന്ത് ചെയ്യലാണ്? സൂറത്ത് ഓതലും. അതും ഹൈആത്ത് സുന്നത്തിൽ പെട്ടതാണ്. അല്ലാഹു തആല അവൻ്റെ ഫിഖ്ഹ് വേണ്ട പോലെ മനസ്സിലാക്കാനും അതിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് അഗാധമായ അറിവിൻ്റെ തീരങ്ങളിലേക്ക് നടന്നെടുക്കുവാനും അവൻ്റെ ആത്മീയമാകുന്ന അറിവ് നുകരാനും അത് നിദാനമായി അമല് ചെയ്യാനും അതുകൊണ്ടൊക്കെ ഇരുലോക വിജയം കരസ്ഥമാക്കാനും അല്ലാഹു തആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിച്ച മഹാന്മാരിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വാലിഹീങ്ങൾ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.